ആറടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവ്, ആർക്കാണിവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അത്രയല്ലേ ഉള്ളൂ. ശ്വാസം മറ്റുപോയാല് പിന്നെ എന്താ മനുഷ്യന്മാരുള്ള? നമ്മളൊക്കെ വിചാരിക്കും ഉസ്താദേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇബാദത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട പാണ്ഡ്യാളിൽ ഒരുമിച്ച് കൂടിയവരെ, ആരാധന കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരുപാട് നിസ്കരിക്കുന്നവരെ, ഖുർആനോദിയവരെ, സ്വതക ചെയ്തവരെ, നന്മകൾ ചെയ്തവരെ, പടച്ചവന്റെ പൊരുത്തം കിട്ടിയെന്ന് വിചാരിച്ചവരെ, എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് മരിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് മരണ നിദർശനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞുവല്ലോ. അസ്രായേൽ നമ്മെ കാത്തുകൊണ്ടിരിക്കുകയാണ്, പിടിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ മരിക്കൂല ഉസ്താദേ, ഇനിയും ഒരുപാട് കാലം ഈ നാട്ടിൽ ജീവിക്കുന്നവനാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരേ നിന്റെ ശ്രദ്ധ ഞാൻ പാണ്ഡ്യാള് പള്ളിയുടെ പള്ളിപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. ആരൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പാണ്ഡ്യാള് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, 90 വയസ്സായ ഉപ്പാപ്പയും 80 വയസ്സായ ഉമ്മാമയും മാത്രമല്ല അവിടെയുള്ളത്, മറിച്ച് ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും പൂർത്തിയാകുന്നതിന് മുമ്പ് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട് ചാപ്പിള്ളയായി ഈ ഭൂമോദരതലത്തിലേക്ക് പിറന്നു വീണ ചോരപ്പൈതലും കൂടി കിടക്കുന്ന നാടാ പാണ്ഡ്യാലിന്റെ പള്ളിക്കാട്. പ്രസവിച്ച ഉടനെ എത്രയോ കുഞ്ഞു മക്കളെ മറവ് ചെയ്യപ്പെട്ട നാടാ പാണ്ഡ്യാലിന്റെ പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുമോൾ, 10 വയസ്സുള്ള പൊന്നുമോൾ, ജീവിതത്തിന്റെ മധുരമായ പ്രതീക്ഷകൾ പൂവണിയുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ മധുര 16-കാരിയും 24-കാരനാകുന്ന ചുണക്കുട്ടനും കൂടി കിടക്കുന്ന നാടാ പാണ്ഡ്യാലിന്റെ പള്ളിക്കാട്. ആരോഗ്യമുള്ള പല ആളുകളും പല പല കാരണങ്ങളെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഈ പള്ളിപ്പറമ്പിന്റെ 6 മണ്ണിലേക്ക് പ്രയാണം നടത്തുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും യാത്ര ചെയ്യാനുള്ളവരാണ്. അതിൽ ആർക്കും സംശയം വേണ്ട. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. അങ്ങനെ 6 മണ്ണിൽ പോയി കിടന്നാൽ അവിടെയും ഒരുപാട് കാലം ഞാനും നിങ്ങളും കിടക്കുന്നവരല്ല. ഇസ്രാഫീലിന്റെ സൂർ എന്ന കാലത്തിൽ 2ാമത്തെ ഊത്ത് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കബർ പൊട്ടുകയാണ്. ആ 6 മണ്ണ് പിളരുമ്പോ ആ 6 മണ്ണിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. പാണ്ഡ്യാളിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വിഭാഗം പടച്ചവന്റെ ലോകത്തേക്ക് പോവുകയാണ്. കാരണമെന്ത്? എന്റെ പ്രിയപ്പെട്ട പാണ്ഡ്യാളിലെ ഉമ്മ ഒരുപാട് നിസ്കരിച്ചവളല്ലേ, ഖുർആൻ ഓതിയവളല്ലേ, സ്വതക ചെയ്തവരല്ലേ, ആരാധനകൾ ചെയ്തവരല്ലേ, പടച്ചവന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരല്ലേ. അല്ലാഹു നൽകുന്ന അവന്റെ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് പടച്ചവന്റെ ലോകത്തേക്ക് കടന്നു പോകുമ്പോ നിന്റെ നാട്ടുകാരും കൂടപ്പിറപ്പുകളും കുടുംബക്കാരും നിന്റെ ഭാര്യ മക്കളും അത്ഭുതത്തോടുകൂടെ നാളെ മഹ്ശറാ ലോകത്ത് നിന്നെ കാണുകയാണ്. പടച്ച റബ്ബേ, ഇത്രയും വലിയ സുഹൃതങ്ങൾ ചെയ്ത ഈ മനുഷ്യന് നീ നൽകുന്ന സമ്മാനം ഏതാണ്? അല്ലാഹുവേ, പടച്ചവനെ, അത്ഭുതത്തോടുകൂടെ നീ നിൽക്കുമ്പോ അല്ലാഹു അവന്റെ ലോകത്തേക്ക് നിന്നെ വിളിക്കുകയാണ്. പടച്ചവൻ വാഗ്ദത്തം ചെയ്തു പോയ മനോഹരമായ സ്വർഗത്തിന്റെ പറുദീസകൾ നൽകാൻ സ്വർഗത്തിന്റെ ടിക്കറ്റ് നിന്റെ കയ്യിലേൽപ്പിക്കുമ്പോ ഒരാള് പടച്ചവന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നോക്കുമ്പോ റബ്ബേ ആരാണെന്നറിയില്ല, എവിടെയോ കണ്ടുമുട്ടിയതുപോലെയുണ്ട്, എവിടെയോ പരിചയപ്പെട്ടതുപോലെയുണ്ട്, എവിടെയോ അവനോട് സംസാരിച്ചതുപോലെയുണ്ട്. നോക്കുമ്പോഴാരാ? ഒരു പരാതിയുമായിട്ട് വന്നത് നിന്റെ തൊട്ടടുത്ത് താമസിച്ച നിന്റെ അയൽവാസിയാണ്, നിന്റെ അടുത്ത വീട്ടുകാരനാണ് ആ പരാതിയുമായിട്ട് വന്നത്. പടച്ചവനോട് അയൽവാസി പരാതി പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, പടച്ചവൻ ഈ മനുഷ്യന് നല്ല മനുഷ്യനായിരുന്നു, ശരിയാ, നിനക്ക് വേണ്ടി നിസ്കരിച്ചവനാ, സുഹൃതങ്ങൾ ചെയ്തവനാ, ആരാധനകൾ അർപ്പിച്ചവനാ, എല്ലാ നന്മകളും മുമ്പന്തിയിലാണ്, എന്റെ നാട്ടിലുള്ള നമ്പർ 1 ഇബാദത്തുകാരനാണിവർ. പക്ഷേ അയൽവാസിയായി എന്നെ പരിഗണിച്ച
പരിഗണിച്ചില്ല റബ്ബേ. അയൽവാസിയായി എന്നെ കൂട്ടാക്കിയില്ല അല്ലാ. പടച്ചവനെ, ഇവന്റെ വീടിന്റെ ചാരത്ത് തൊട്ടപ്പുറത്ത് ഞാൻ താമസിക്കുമ്പോ മഴ പെയ്താല് ചോർന്നൊളിക്കുന്ന വീടിന്റെ അകത്തളത്ത് ഞാൻ കഴിയുമ്പോ 2 നിലയുള്ള വീട് വെച്ച് പാണ്ഡ്യാളിൽ കഴിഞ്ഞ മനുഷ്യൻ ഇവനാണ് അല്ലാ. പടച്ചവനെ, അരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി രോഗിയായി ഒരു നേരത്തെ മരുന്നിന് പോലും ഗതിയില്ലാതെ വീടിന്റെ അകത്തളത്ത് കഴിയുമ്പോ ബിരിയാണി വെച്ച് കടിച്ച് വീടിന്റെ അകത്തളത്ത് സുഭിക്ഷമായ ആഹാരമുണ്ട് കിടന്നവന് ഇവനാണ് അല്ലാ. സ്വർണത്തിന്റെ വിലയുണ്ടല്ല ആകാശത്തോളം ഉയരുമ്പോ പടച്ചവനെ 50-100 പൗണ് കൊടുത്തുകൊണ്ട് ഇവന്റെ പൊന്നുമോളെ കെട്ടിച്ചേക്കുമ്പോ അല്ലാഹുവേ, 1 ഗ്രാം സ്വർണത്തിന് ഒരു ഗതിയില്ലാതെ പള്ളി വരാന്തകളിൽ മുസല്ലി വിരിച്ച് കൈനീട്ടി യാചിക്കുമ്പോ ആരാന്റെ വീടിന്റെ മുറ്റത്ത് പോയി കഥ മുട്ടുമ്പോ തൊട്ടടുത്ത വീട്ടുകാരനായ ഇവൻ എന്നെ പരിഗണിച്ചില്ല റബ്ബേ. എന്റെ പേരിൽ കേസ് കൊടുത്തവൻ ഇവനാണ് അല്ലാ. എന്റെ വീട്ടിലേക്ക് വഴിമുടക്കിയവൻ ഇവനാണ് അല്ലാ. എന്റെ പേരിൽ ഫിത്നയും ഫസാദും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് നാട് മുഴുവനും എന്നെ നാറ്റിച്ചവൻ ഇവനാണ് അല്ലാ. എന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ഇവനാണ് റബ്ബേ. അതുകൊണ്ട് ഇവനെ വെറുതെ വിടല്ല അല്ലാ. അതുകൊണ്ട് വെറുതെ വിടല്ല റബ്ബേ, വെറുതെ വിടല്ല റബ്ബേ എന്ന് പടച്ചവന്റെ മുമ്പിൽ നിന്റെ അയൽവാസി പരാതി പറയുമ്പോ കരുണക്കടലായ റബ്ബ് നിന്റെ കയ്യിൽ നിന്നുള്ള സ്വർഗത്തിന്റെ